നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം സിനിമാക്കാരെല്ലാവരും മോശക്കാരാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ സാമാന്യ ജനങ്ങളിൽ. കുറേ കാലമായിട്ട് സിനിമയിലുള്ള ഇത്തരം മോശം പ്രവണതകൾക്കെതിരെ അതിശക്തമായ രീതിയിൽ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ചില നടിമാരുണ്ട്. അതിൽ പ്രധാനിയാണ് പാർവതി തെരുവോത്ത് എന്ന ആ നടി. പക്ഷേ കുറേ കാലം ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഉള്ളൊഴുക്ക് എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ അവരുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാവിനെ നോക്കുമ്പോഴാണ് ഇവരും ഇരട്ടത്താപ്പാണോ എന്ന് തോന്നിപ്പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, അലൻസിയറാണ് അവരുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. ഈ അലൻസിയർ എന്ന് പറഞ്ഞ ഈ നടന് ഒരു സമയത്ത് വടക്കോട്ട് നോക്കി വലിയ പ്രതികരണ അഭ്യാസങ്ങളൊക്കെ നടത്തിയിരുന്ന ആളാണ്. അമേരിക്കയുടെ പതാകയുടെ നിറമുള്ള അടിവസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പി ഊതി റോഡിലൂടെ പ്രതിഷേധം, ബസ്സിലുമൊക്കെ കയറി പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അഭ്യാസങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചതാണ്. അതെല്ലാം സംഘപരിവാറിനെതിരെയായിരുന്നു. അങ്ങ് വടക്ക് നടക്കുന്ന സംസ്ഥാനങ്ങൾ നടക്കുന്ന ഓരോ കാര്യത്തിനെതിരെയായിരുന്നു. അങ്ങനെ ഇവിടെ ആ പ്രതിഷേധത്തിൻ്റെ അസ്കിതകൾ കൂടിയപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒന്നിലധികം സ്ത്രീകൾ പീഡന പരാതിയുമായിട്ട് വരുന്നത്. അതോടുകൂടി സ്വിച്ചിട്ട കണക്കാണ് ഈ ടിയാൻ്റെ ആ പ്രതികരണ പ്രകടനം അങ്ങ് നിന്നത്. നടിമാരുടെ കൂടെ അവരുടെ അനുവാദമില്ലാതെ കയറിക്കിടക്കുക, അവരുടെ ബ്ലാങ്കറ്റിൻ്റെ അടിയിലൂടെ നുഴഞ്ഞു കയറിക്കിടക്കുക, ഇത്തരം ചില കലാപരിപാടിയൊക്കെയാണ് ഈ ടിയാൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വിവാദമായി ആ അമ്മയിലോ അല്ലെങ്കിൽ അവരുടെ മറ്റു സംഘടനയിലോ ഇതൊക്കെ പറഞ്ഞു തീർത്തു എന്ന് പറയുന്നു. പക്ഷേ ആ വിവാദം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം അത് ചെയ്തതാണ് എന്ന് ഈ നടി ഉൾപ്പെടെ മറ്റ് ഒന്നിലധികം ആളുകൾ ഇയാൾക്കെതിരെ സാക്ഷ്യം പറയുകയും ചെയ്തതാണ്. ഈ സംഭവമെല്ലാം നമുക്കറിയാം. ഇതുപോലുള്ള സ്വഭാവ വൈകൃതമുള്ള ആളാണെന്നറിയാം, ഇയാളെപ്പറ്റി പീഡന ആരോപണമുണ്ടെന്നൊക്കെ അറിയാം. എന്നിട്ടും ഇതിനെതിരെയൊക്കെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും അതുകൊണ്ട് മാത്രം തനിക്ക് കിട്ടേണ്ടിയിരുന്ന മികച്ച സിനിമകൾ പോലും നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പാർവതി തെരുവോത്ത്. എന്നിട്ടും ആ പാർവതി തെരുവോത്ത് എന്തിനാണ് ഈ അലൻസിയറുടെ കൂടെ ഒരു സിനിമയിൽ സഹകരിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഇവരെല്ലാം ചില സമയങ്ങളിലെല്ലാം ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് പരസ്പരം സഹകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? ഇരകളുടെ പക്ഷത്തോ അതോ പ്രതികളുടെ പക്ഷത്തോ? ഇവർ പലപ്പോഴും ഇരയും പ്രതിയുമാണെന്നൊക്കെ പറയുമ്പോഴും ചില സമയത്ത് അവർ ഒന്നിച്ചിരിക്കുന്ന കാണാം, ഒന്നിച്ച് അഭിനയിക്കുന്ന കാണാം. പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം? പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു വ്യക്തി പോലും ഒരാളുടെ പേര് പോലും പറയാൻ തയ്യാറാവുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം അവർക്കവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ട്, അവർക്കവിടെ കൂടുതൽ പ്രശസ്തി കിട്ടണമെന്നുണ്ട്, കൂടുതൽ പണം കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് അവരാരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടുമോ എന്ന പേടിയും അവർക്കുണ്ട്. അതിനാൽ അവർ ജന്മം ചെയ്താൽ ഇട്ട് പറയത്തുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പരാതിയും ഇങ്ങനൊരു റിപ്പോർട്ടും എന്ന് സാമാന്യ ബോധമുള്ളവർ ചോദിച്ചാൽ എന്തിനാണ് ഈ പ്രഹസനങ്ങൾ എന്ന് ആർക്കാണെങ്കിലും തോന്നിപ്പോവില്ലേ? ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ പിന്നാലെയാണ്. പക്ഷേ അതേസമയം പ്രമാദമായ ഒരു വലിയ കേസിൻ്റെ വിധി ഒരു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. അതൊരു അജ്മീർ കേസ് എന്ന് പറഞ്ഞൊരു കേസാണ്. 250ഓളം പെൺകുട്ടികളെ, അതായത് 11 വയസ്സ് മുതൽ 20 വയസ്സിനിടയിലുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചൊരു കേസിൻ്റെ വിധി വന്നിട്ട് പോലും അത് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും നേരമില്ല. അവർ ഈ ഉണ്ടയില്ലാത്ത വെടിയായ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ പോയിരിക്കുക. പക്ഷേ അവിടെ നോക്കുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങളുടെ വിജയമാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ് ഈ പാർവതി തെരുവോത്ത് എന്ന നടി. ആ നടി പോലും ഒരു പീഡനം ആരോപണം വിധേയനായ, അതായത് അദ്ദേഹത്തിനെ പറ്റി ഒരു നടിയല്ല ഒന്നിലധികം നടിമാർ പരാതി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനുമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ട് അതിനുശേഷം വന്നിട്ട് ഞങ്ങൾ ഇരകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, പ്രതികൾക്കൊപ്പമല്ല എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ജനങ്ങളെയാണ് വിഡ്ഢികളാക്കുന്നത് എന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു നിലപാട് നിൽക്കുന്നെങ്കിൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക, ആർജവത്തോടെ നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കുക. ആരുടെയെങ്കിലും പേര്, അതായത് ഈ ശരിക്കും നിങ്ങൾക്ക് ബോധ്യമുള്ള, നിങ്ങളുടെ അനുഭവമുള്ള ഈ ചൂഷകരായിട്ടുള്ള ആളുകളുടെ പേര് പറയാൻ തയ്യാറാവുക. അല്ലാതെ ഇതുപോലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നൊക്കെ പറഞ്ഞ് മൈക്കിന് മുന്നിൽ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ എപ്പോഴും വരാൻ വേണ്ടി അതിനും മാത്രം മണ്ടന്മാരൊന്നും ഈ നാട്ടിലില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മറ്റൊരു നടൻ്റെ ഒരു പ്രസ്താവന കൂടി ഈയിടയ്ക്ക് കാണുകയുണ്ടായി. അത് നടൻ ആസിഫ് അലിയാണ്. ആസിഫ് അലി പറയുന്നു, തീർച്ചയായിട്ടും ഇരകളാക്കപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, മാനസികമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സഹായം വേണമെങ്കിൽ അതിനൊക്കെ അദ്ദേഹം റെഡിയാണ് എന്ന തരത്തിൽ പറയുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാമോ ആരൊക്കെയാണ് ഇരകൾ, പീഡിപ്പിക്കപ്പെട്ടതെന്നറിയാമോ? അതറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ അവരെ സഹായിക്കാൻ പോകുന്നത്? അതറിയാമെങ്കിലും ഇവരൊന്നും പറയത്തില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടും ഈ സിനിമയെ ചുറ്റിപ്പറ്റി ഒരു ബഹളം ഉണ്ടാക്കുന്നത്? ചുരുക്കത്തിൽ സിനിമയിലുള്ള നടിമാരും നടന്മാരും എല്ലാം കണക്കാണ്, അല്ലെങ്കിൽ ഒന്നും ശരിയല്ല എന്ന തരത്തിൽ ഒരു ചിത്രം പുറത്തേക്ക് വിടാൻ മാത്രമേ നിങ്ങളുടെ ഈ കോലാഹലങ്ങൾ കൊണ്ട് പറ്റുന്നുള്ളൂ എന്ന
യാഥാർത്ഥ്യം ഏറ്റവും ലളിതമായി പറഞ്ഞുകൊള്ളട്ടെ.